നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എറണാകുളം തൃപ്പൂണിത്തുറയിൽ നിന്നും നടക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. വിവാഹം നടക്കേണ്ട ദിവസം വരൻ മരിച്ചു. തൃപ്പൂണിത്തുറ ചാത്താരി വിളങ്ങാട്ടിൽ ജോണിന്റെ മകനാണ് മരിച്ചത്. ജസ്റ്റിൻ വി ജോൺ എന്ന 32 വയസ്സുകാരനാണ് മരിച്ചത്. തിങ്കളാഴ്ചയായിരുന്നു തൃപ്പൂണിത്തുറ സെയിന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വിവാഹം നിശ്ചയിച്ചിരുന്നത്. വിവാഹത്തിന് മുന്നോടിയായുള്ള അത്താഴ ഊട്ട് ചടങ്ങ് കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് നടന്നു. ഈ ചടങ്ങിന് പിന്നാലെയാണ് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നത്. പിന്നാലെ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കവേ മരിച്ചത്. ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് ജസ്റ്റിനെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ബന്ധുക്കൾ. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവെയാണ് ജസ്റ്റിന് മരണം സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു തൃപ്പൂണിത്തുറ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വിവാഹം നടക്കേണ്ടിയിരുന്നത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ജസ്റ്റിൻ ആശുപത്രിയിലായതോടെ വിവാഹം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയിരുന്നു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. ജസ്റ്റിൻ നേരത്തെ കരൾ രോഗത്തിന് ചികിത്സ തേടിയിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും നിർണായകമായ വിവരം എന്താണ് മരണത്തിലേക്ക് നയിച്ചതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അതേസമയം ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുന്നത് ആദ്യമായിട്ടില്ല. കോട്ടയത്തും സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. വിവാഹ തലേന്ന് രാത്രി യുവാവ് വാഹന അപകടത്തിൽ മരിച്ച സംഭവം ഈ ഇടയ്ക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിന് ഗുരുതര പരിക്ക് ഏൽക്കുന്ന സാഹചര്യമുണ്ടായി. MC റോഡിൽ കാളിക്കാവ് പള്ളിയുടെ സമീപം വാനും ബൈക്കും കൂട്ടിയിടിച്ചാണ് ബൈക്ക് യാത്രക്കാരനായ കടപ്ലാമറ്റം വയലാർ നെല്ലിക്കുന്ന് സ്വദേശി ജിജോമോൻ ജിൻസൺ മരിച്ചത്. രാത്രി 10 മണിക്കായിരുന്നു അപകടം സംഭവിച്ചത്. വിവാഹം നടക്കേണ്ട തലേ ദിവസമാണ് ഈ മരണവും സംഭവിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് വയലാർ സ്വദേശി അജിത്തിനെ പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ ഇലക്കാട് പള്ളിയിൽ ജിജോമോന്റെ വിവാഹം നടക്കാനിരിക്കെയാണ് തലേ ദിവസം ദാരുണാന്ത്യം സംഭവിച്ചത്. കുറുവിലങ്ങാട് ഭാഗത്തു നിന്ന് വരികയായിരുന്നു ബൈക്ക്. വിവാഹ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് പോയി മടങ്ങി വരികയായിരുന്നു. എതിർദിശയിൽ വന്ന വാൻ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ രണ്ടുപേരും റോഡിൽ തെറിച്ചു വീണു. ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഈയിടയ്ക്ക് തിരുവനന്തപുരം ശ്രീകാര്യത്ത് സംഭവിച്ച മറ്റൊരു അപകടം, വിവാഹ ദിനത്തിന്റെ തലേന്ന് 26 വയസ്സുള്ള വരൻ അപകടത്തിൽ മരിച്ച സംഭവം. ശ്രീകാര്യം മങ്കുഴിക്ക് സമീപം 11 മണിയോടെയാണ് അപകടമുണ്ടായത്. KSRTC സ്വിഫ്റ്റ് ഇലക്ട്രിക് ബസ് ബൈക്കിൽ ഇടിച്ചതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. പാങ്ങപ്പാറയിലെ സ്വദേശി രാജനാശാരിയുടെ മകൻ രാജേഷ് ആയിരുന്നു മരിച്ചത്. CCTV ടെക്നീഷ്യനായിരുന്നു രാജേഷ്. വാഴവിളയിലെ ക്ഷേത്രത്തിൽ വിവാഹം നടക്കാനിരിക്കെയാണ് ദാരുണമായ അപകടമുണ്ടായത്. വാഴവിളയിലെ ഒരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നു. പെൺകുട്ടിയുടെ കുടുംബം വിവാഹത്തിന് എതിരായിരുന്നില്ലെങ്കിലും അത് രാജേഷിന്റെ കുടുംബം ബന്ധത്തെ എതിർത്തിരുന്നു. വീട്ടിൽ നിന്ന് പോയ ശേഷം പെൺകുട്ടിയുടെ കുടുംബം ഒരുക്കിയ കാട്ടേക്കോണത്തെ ഒരു വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. വിവാഹത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ വീട്ടുകാർ ചെയ്തു. ചാർജ് ചെയ്തതിനു ശേഷം തിരികെ വരികയായിരുന്നു. ഇലക്ട്രിക് ബസ്സിൽ ബൈക്ക് ഇടിക്കുകയായിരുന്നു. എന്തായാലും ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ, അതായത് വിവാഹം പിറ്റേന്ന് നടക്കാനിരിക്കെ തലേ ദിവസമോ അന്നേ ദിവസമോ വളരെ വലിയ ദുർവിധി അവരെ തേടിയെത്തുന്ന സംഭവങ്ങൾ ഒരുപാട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സംഭവങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ ജസ്റ്റിൻ്റെ മരണവും ചേർക്കപ്പെടുകയാണ്. വളരെ വേദനാജനകമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ബന്ധുക്കളൊക്കെ വളരെ വേദനയോടെ ആയിരിക്കുകയാണ്. ഒരു കല്യാണപ്പന്തൽ ഒരുങ്ങിയ വീട്ടിലാണ് തൊട്ട് പിന്നാലെ മരണപ്പന്തൽ ഒരുങ്ങിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.